കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? വിച്ച് സ്പൈസ് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ്? കുരുമുളക് അല്ലെങ്കിൽ പെപ്പർ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും രുചി നൽകാനും വേണ്ടി യൂറോപ്പുകാർ കുരുമുളക് ഉപയോഗിച്ചിരുന്നു. Centuries ago, Europeans used pepper to preserve and flavor meat for a long time. വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിച്ചേർന്ന വർഷം ഏത്? Which year did Vasco da Gama arrive in India? 1498 വാസ്കോ ഡ ഗാമ കാപ്പാടുക എത്തിയത്. Portuguese explorer Vasco da Gama became the first European to reach India via sea on May 20, 1498. Linking Europe and Asia by an ocean route, da Gama sailed from Portugal in July 1497, anchored on the east coast of Africa and arrived at Calicut in Kerala. 1498 മെയ് 20 പോർച്ചുഗീസ് പര്യവേഷകനായ വാസ്കോ ഡ ഗാമ കടലിലൂടെ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യനായി. യൂറോപ്പിനെയും ഏഷ്യയെയും ഒരേ സമുദ്രമാർഗത്തിലൂടെ ബന്ധിപ്പിച്ച ഗാമ 1497 ജൂലൈയിൽ പോർച്ചുഗലിൽ നിന്ന് കപ്പൽ കയറി ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തുകൂടി കേരളത്തിലെ കാലിക്കറ്റിലെത്തി. വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തിയ കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരായിരുന്നു? When Vasco da Gama came to Kerala, who ruled Calicut? Zamorin അഥവാ സാമൂതിരി. വാസ്കോ ഡ ഗാമയെ തുടർന്ന് ഇന്ത്യയിലെത്തിയ പ്രധാന പോർച്ചുഗീസ് വ്യാപാരികൾ ആരെല്ലാം? Who were the major Portuguese traders who came to India after Vasco da Gama? അൽമേഡ, അൽബുക്കർക്ക്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ വാണിജ്യ കേന്ദ്രം അല്ലാത്ത പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കൊമേഴ്ഷ്യൽ സെന്റർ ഓഫ് പോർച്ചുഗീസ് ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ ഗോവ, ഓപ്ഷൻ ബി ദാമൻ ദിയു, ഓപ്ഷൻ സി പനാജി, ഓപ്ഷൻ ഡി കൊൽക്കത്ത. ഈ ഒരു രീതിയിലാണ് USSന്റെ ക്വസ്റ്റ്യൻസ് സാധാരണ വരിക. 4 ഓപ്ഷനുകൾ തന്നിട്ട് അതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാന്നുള്ളത് എടുത്തെഴുതുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി കൊൽക്കത്ത. പറങ്കികൾ എന്നറിയപ്പെടുന്ന വിദേശീയർ ആരാണ്? Who were the foreigners known as the Parangis? ഓപ്ഷൻ എ ഫ്രഞ്ചുകാർ, ഓപ്ഷൻ ബി ബ്രിട്ടീഷുകാർ, ഓപ്ഷൻ സി പോർച്ചുഗീസുകാർ, ഓപ്ഷൻ ഡി ചൈനക്കാർ. ദ ഫ്രഞ്ച്, ദ ബ്രിട്ടീഷ്, ദ പോർച്ചുഗീസ്, ദ ചൈനീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പോർച്ചുഗീസുകാർ. തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ച വിദേശീയർ ആരാണ്? Who were the foreigners who built the Kottapuram fort in Thrissur district? The Portuguese. പോർച്ചുഗീസുകാർ നിർമ്മിച്ച സെന്റ് ആഞ്ചലോ കോട്ട കേരളത്തിലെ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഫോർട്ട് സെന്റ് ആഞ്ചലോ വാസ് ബിൽറ്റ് ബൈ ദ പോർച്ചുഗീസ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് കേരള? കേരളത്തിലെ കണ്ണൂർ ജില്ലയിലാണ് സെന്റ് ആഞ്ചലോ കോട്ട. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ റോങ് പെയർ? ഓപ്ഷൻ എ പുകയില പോർച്ചുഗീസുകാർ, ഓപ്ഷൻ ബി പപ്പായ അറബികൾ, ഓപ്ഷൻ സി അച്ചടിയന്തം പോർച്ചുഗീസുകാർ, ഓപ്ഷൻ ഡി കോഴിക്കോട് സാമൂതിരിമാർ. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പപ്പായ അറബ്സ്. ചവിട്ടുനാടകം എന്ന കലാരൂപം ഇന്ത്യയിൽ വികാസം പ്രാപിക്കാൻ കാരണമായത്? Who introduced the art form ചവിട്ടുനാടകം in India? The Portuguese അഥവാ പോർച്ചുഗീസുകാർ. സാമൂതിരിമാർ ഏത് പ്രദേശത്തെ ഭരണാധികാരികളായിരുന്നു? The Zamorins were
The rulers of which region? കോഴിക്കോട്ടെ ഭരണാധികാരികളായിരുന്നു സാമൂതിരിമാർ. പറങ്കികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഏതെല്ലാം? What were the important agricultural crops brought to India by the Parangis? പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില. കൊച്ചി, കൊല്ലം എന്നീ പ്രദേശങ്ങൾ കച്ചവട കേന്ദ്രങ്ങൾ ആയിരുന്ന വിദേശീയർ ആരാണ്? Who were the foreigners who used to trade in Kochi and Kollam? ഡച്ചുകാർ, the Dutch. ഹോർത്തൂസ് മലബാറിക്കസ് എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? വാട്ട് ഈസ് ഹോർത്തൂസ് മലബാറിക്കസ് ടോക്കിംഗ് എബൌട്ട്? മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റിയാണ് ഇത് പ്രതിപാദിക്കുന്നത്. ദാറ്റ് ഈസ് എബൌട്ട് ദ മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് മലബാർ. ഹോർത്തൂസ് മലബാറിക്കസ് എഴുതി തയ്യാറാക്കിയ ഡച്ച് ഗവർണർ ആരാണ്? Who was the Dutch governor who wrote Hortus Malabaricus? ഡച്ച് ഗവർണർ ആയിരുന്ന വാൻ റീഡ് ആണ് ഇത് എഴുതിയത്. ഹോർത്തൂസ് മലബാറിക്കസ് എഴുതി തയ്യാറാക്കാൻ വാൻ റീഡിനെ സഹായിച്ച മലയാളി ആരാണ്? Who was the Malayali who helped Van Reed to write and prepare Hortus Malabaricus? മലയാളി വൈദ്യനായിരുന്ന ഇട്ടി അച്യുതൻ. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? Who led the resistance against the Portuguese on the Malabar coast? കുഞ്ഞാലിമരക്കാർ. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഭരണം നടത്തിയ കേരളത്തിലെ പ്രദേശം. റീജിയൻ ഓഫ് കേരള റൂൾഡ് ബൈ മഹാരാജ മാർത്താണ്ഡവർമ്മ. ട്രാവൻകൂർ അഥവാ തിരുവിതാംകൂർ. തിരുവിതാംകൂർ രാജാവും ഡച്ചുകാരും തമ്മിൽ യുദ്ധം നടന്ന വർഷം. The year of the war between the King of Travancore and the Dutch. 1741. 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയോട് പരാജയപ്പെട്ട വിദേശീയർ ആരാണ്? Who were the foreigners who lost to Marthandavarma in the Battle of Kulachal in 1741? The Dutch അഥവാ ഡച്ചുകാർ. ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന വിദേശീയർ ആരാണ്? Who were the foreigners known as the Landas? ഡച്ചുകാരാണ് ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? Which of the following is the wrong pair? ഓപ്ഷൻ എ ലന്തക്കാർ ഡച്ച്, ഓപ്ഷൻ ബി പറങ്കികൾ പോർച്ചുഗീസ്, ഓപ്ഷൻ സി കുഞ്ഞാലിമരക്കാർ തിരുവിതാംകൂർ, ഓപ്ഷൻ ഡി കുളച്ചൽ യുദ്ധം ഡച്ചുകാർ. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി കുഞ്ഞാലിമരക്കാർ തിരുവിതാംകൂർ. 1741 ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധം അറിയപ്പെടുന്ന പേര്. The battle between the Dutch and the Marthandavarma in 1741 is well known as the Battle of കുളച്ചൽ അല്ലെങ്കിൽ കുളച്ചൽ യുദ്ധം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് എവിടെ വെച്ചാണ്? Where the English East India Company was formed. ലണ്ടനിൽ വെച്ചാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ഏത്? Which year the English East India Company was formed? 1600 കമ്പനി രൂപീകരിച്ചത്.
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എവിടെയായിരുന്നു? Where was the first trading post of the English East India Company in India? സൂററ്റ് ഇൻ ഗുജറാത്ത്, ഗുജറാത്തിലെ സൂററ്റിൽ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? What were the major trading centers of the English East India Company in India? സൂററ്റ്, മദ്രാസ്, ബോംബെ, കൊൽക്കത്ത. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? Which of the following is the correct pair? Option A English Madras, Option B Dutch പാലക്കാട് കാസർഗോഡ്, Option C Portuguese Punjab, Option D Almeida France. Correct answer Option A.